കുർബാനയായെന്നീശോയേ നാവിൽ അലിയും നേരമിതേ കുർബാനയായെന്നീശോയേ നാവിൽ അലിയും നേരമിതേ ധന്യമീ പുണ്യനിമിഷങ്ങളിൽ മായുന്നെൻ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ മായുന്നെൻ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 31-ാം ദിനം. ദേവാലയങ്ങളുടെയും ആരാധനകളുടെയും കേന്ദ്രമായിരിക്കുന്നത് കർത്താവിൻ്റെ ഈ സമർപ്പണ ബലിയാണ്. അത് ഒരു കുർബാനയാണ്. ഈ കുർബാന യേശു പൂർത്തിയാക്കുന്നത് ഗാഗുൽത്തായിൽ കുരിശിൽ മരിച്ചും കൊണ്ട് തൻ്റെ രക്തം ചിന്തി എല്ലാവരെയും രക്ഷയിലേക്ക് സമർപ്പിക്കുന്ന അവസരത്തിലാണ്. മാനവരാശിയുടെ രക്ഷയ്ക്കായി ക്രിസ്തു നൽകിയ കുർബാന തൻ്റെ രക്തവും മാംസവുമാണ്. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു ചോദ്യം കർത്താവ് ചോദിക്കുന്നുണ്ട്: എന്നെ തൊട്ടത് ആർ? ഒത്തിരി പേര് യേശുവിനെ തൊട്ടെങ്കിലും ഒരാൾ തൊട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടത്? ഇത് കുർബാനയ്ക്ക് പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒത്തിരി പേര് പള്ളിയിൽ നിൽക്കുമ്പോൾ അപൂർവം ചിലർ മാത്രമേ അവനെ തൊടുന്നുള്ളൂ. ഒരുപാട് പേര് പള്ളിയിൽ നിൽക്കുന്നുണ്ട്. ബലിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് ചിലരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എന്നെ തൊട്ടല്ലേ? കുർബാനയിലൂടെ ക്രിസ്തുവിനെ തൊടുന്ന ദിനങ്ങളാകട്ടെ ഈ നോമ്പ് ദിനങ്ങൾ. കുർബാനയിലൂടെ നാം യേശുവിനെ ശരിക്കും തൊട്ടുവെങ്കിൽ ആര് തൊട്ടാലും അവൻ തിരിഞ്ഞു നോക്കും. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ തൊട്ടു, അവൻ തിരിഞ്ഞു എന്നാണ് അർത്ഥം. നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മൾ അവനെ തൊട്ടതുമില്ല, അവൻ തിരിഞ്ഞതുമില്ല. പ്രിയരെ, ക്രിസ്തുവിൻ്റെ കുർബാന അത് മാനവരുടെ രക്ഷയായിരുന്നു. ആര് തള്ളിപ്പറഞ്ഞാലും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാലും ക്രിസ്തുവിൻ്റെ കുർബാനയോളം വരില്ല ഒരു വാക്കും അതിൻ്റെ പൂർത്തീകരണവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആരംഭത്തിൽ എല്ലാവരും ഉണ്ടാകും. പിന്നത്തേതിൽ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ നോട്ടം അത് ക്രൂശോളമാവട്ടെ. ക്രൂശിൽ കുർബാന ഒരുക്കിയ ഒരു ക്രിസ്തുവുണ്ട്. അവൻ നമ്മെ നോക്കി പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പലരും പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവൻ്റെ കുർബാനയിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആരില്ലെങ്കിലും ആര് തള്ളിക്കളഞ്ഞാലും നിനക്ക് നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ക്രിസ്തു എന്ന നാഥനുണ്ട്. പിതാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ ക്രിസ്തു ഒരുക്കിയത് കുർബാനയിലൂടെയാണ്. തൻ്റെ ശരീരവും രക്തവും നൽകി അവൻ മാനവരാശിയെ വീണ്ടെടുത്തു. ഈ നോമ്പ് ദിനങ്ങളിൽ ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ കുർബാന ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.